അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. സംഭവം കത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പറഞ്ഞത് കിച്ചുവിനെ ആരും ഒന്നിലേക്കും വലിച്ചിഴക്കരുത്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിച്ചുവിനെയും പിന്നെ സന്ദീപിനെയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് വരുന്നത്. അവരുടെ കുറച്ച് കാര്യങ്ങൾ സന്ദീപ് കിച്ചുവിനെ വിളിക്കുകയും ഒക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം സന്ദീപിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അന്ന് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇപ്പോഴാണ് ഒന്ന് എടുക്കുന്നത്. കിച്ചുവിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കിച്ചുവിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് കിച്ചുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ കിട്ടുമ്പോൾ നമ്മുടെ ചാനലത്ര കാണിക്കുന്നത്. അപ്പം കിച്ചുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സന്ദീപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദീപിൻ്റെ കേസും കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. സന്ദീപിൻ്റെ കേസും കാര്യങ്ങളെ പറ്റി എല്ലാം വിശദമായിട്ട് സന്ദീപിൻ്റെ ചാനലത്ര തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ സന്ദീപിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, രേണുവാണെന്ന്. രേണുവാണെന്ന് ഈ പറയുന്നൊരു ഒറ്റ പ്രാവശ്യമെങ്കിലും ആ കേസിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കുക, ഒന്ന് വിളിച്ചു നോക്കുക. ഒരു സാധാരണ ചാനലായ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു യേശു മീഡിയ കൊണ്ടിരിക്കുന്നവർക്ക് പോലും അതിൻ്റെ ആ ഒരു പകർപ്പും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടുന്നുണ്ട്. നമ്മളും അതൊക്കെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ കേരളം എന്നൊക്കെ പറയുന്ന ചാനലും പിന്നെ അതുപോലെ ഏതായിരുന്നു മംഗളം, അവരൊക്കെ ന്യൂസ് പോലെ കൊണ്ടുവരുന്നത്. ഇവർക്കൊക്കെ എന്നെ ഇതൊന്നും കിട്ടാഞ്ഞിട്ടാണോ ഇവർ ഈ രേണുവിനെ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. യേശു മീഡിയക്കാർ കുറേ നാളുകളായിക്കൊണ്ട് രേണുവിൻ്റെ ഒരു കണ്ടൻറ്റ് എടുക്കുന്നത്, രേണു എന്നെ പറഞ്ഞാലും ഒന്നും അനങ്ങുന്നുമില്ല, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് കിച്ചുവിൻ്റെ വിഷയം വന്നപ്പോഴാണ് വീണ്ടും എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ ആരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. കാര്യം അവർക്ക് അസുഖം വന്നറിഞ്ഞ നിമിഷം മുതൽ എല്ലാവരും അവിടെ വെച്ച് പുറകോട്ട് മാറിയതാണ്. ഇനി അവർ എന്നേലും കാണിക്കട്ടെ, എന്നാ വേണേലും ചെയ്യട്ടെ, ആരും ഒന്നും വേണ്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതിന് പലരും കാരണമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാരണമായിക്കൊണ്ട് വീഡിയോ വീണ്ടും എടുത്ത് ഓരോരുത്തർ റിയാക്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പം കിച്ചുവിൻ്റെ കാര്യങ്ങൾ കുറച്ചിനകത്ത് പറയുന്നുണ്ട്. കിച്ചുവിനെ കുറച്ച് കാര്യങ്ങളൊക്കെ സന്ദീപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സന്ദീപ് വിളിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സന്ദീപിൻ്റെ കാര്യമാണെങ്കിൽ സന്ദീപിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. രേണുവാണ് കേസ് കൊടുത്തതെന്നും രേണുവാണ് സന്ദീപിനെതിരെ വന്നിരിക്കുന്നതെന്നൊക്കെ. ഒരിക്കലുമല്ല, രേണു അല്ല അങ്ങനെ ചെയ്തേക്കുന്നുള്ളത്. അത് കാണുന്നവർക്ക് ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറച്ച് പേര് അത് രേണുവിൻ്റെ തലയിലേക്ക് അങ്ങ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. രേണുവാണ് ഇവിടുത്തെ ഈ സന്ദീപിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. അന്നേരം എന്നാണെന്നറിയോ, ഈ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരെന്ന് വെച്ചാൽ രേണുവിനെയാണ് പഴിക്കുന്നത്. രേണുവിന് നെഗറ്റീവ് കമൻറ്റുകൾ അന്നേരം എല്ലാവരും പറയാൻ തുടങ്ങും. അതുവേണ്ടിയാണോ ഇനി കാണിക്കുന്നതെന്ന് എനിക്കറിയാമല്ല. പക്ഷേ രേണു അല്ലെന്ന് അന്ന് മുതലേ എല്ലാവരും പറയുന്നുണ്ട്. ഈ റിയാക്ഷൻ മീഡിയക്കാർ കുറച്ച് ഭാഗക്കാരേ ഉള്ളൂ അത് രേണു കൊടുത്തു എന്നുള്ള രീതിക്ക് ആക്കി തീർക്കുന്നത്. ബാക്കി എല്ലാവരും അത് രേണു എല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് സന്ദീപും പറഞ്ഞിട്ടുണ്ട്, രേണു അല്ല കേസ് കൊടുത്തത്. രേണുവിനെ പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അസുഖമില്ലാന്ന് അങ്ങനെയൊന്നും ഈ സന്ദീപിൻ്റെ ചാനലിനകത്ത് ഒരു ക്യാൻസർ പേഷ്യൻറ്റ് സംസാരിച്ചു, അവരുടെ വോയിസ് സന്ദീപ് ഇട്ടു, അത് ശരിയാണ്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും വന്നേക്കുന്നത് സന്ദീപിന് കേസ് കൊടുത്തേക്കുന്നത് മറ്റൊരാളാണ്, അത് രേണു ആണ്. പിന്നെ രേണുവിൻ്റെ അച്ഛനെ നമ്മളവിടെ കണ്ടു, അതൊക്കെ കൊണ്ടായിരിക്കാം എല്ലാവരും അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. മൊബൈലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടേ. സന്ദീപ് പറയുന്നുണ്ട്, ആ സമയത്ത് പറഞ്ഞ വാക്ക് അത് സന്ദീപ് പിന്നെ പറയേണ്ടി വന്നാൽ പറയാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ആരെങ്കിലും പറയാം. അപ്പം അത് പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളാത്തൊരു വാക്കായതുകൊണ്ടായിരിക്കുമല്ലോ സന്ദീപ് അങ്ങനെ പറഞ്ഞത്. അത് സന്ദീപിൻ്റെ ചാനലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സന്ദീപിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നിട്ടിരിക്കുന്നു. സന്ദീപ് വീണ്ടും വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ കൂടെ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ്, സന്ദീപ് ബിഗ് ബോസിലേക്ക് പോകുകയാണോ എന്നൊരു ചോദ്യം. സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഒരു ഇതായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത്. സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു ഓഡിയൻസ്. ഇപ്പോൾ ഈ ഒരു കേസ് വന്നോടി സന്ദീപ് പൊതുവെ എല്ലായിടത്തും അറിയപ്പെട്ടു, ശരിക്കും ആൾക്കാരിലേക്ക് ചെന്നു, നല്ലപോലെ സ്പ്രെഡായി. കാര്യം ഒരാൾക്ക് നെഗറ്റീവ് വരുന്നത് പറയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ സ്പ്രെഡായി കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലും എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം സന്ദീപിന് അതിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സന്ദീപ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചും ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു സൂചന നേരത്തെയും മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചു സെലക്ട് ആയെന്നും ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നാണെങ്കിലും നമുക്ക് സന്ദീപ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി പറയാം. കിച്ചും സന്ദീപും ബിഗ് ബോസിലേക്ക് വരുന്നത് ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക. കാര്യം ലൈക്ക് ചെയ്യാൻ പറയുന്നതാണ് നല്ലത്. നിങ്ങളാരും കമൻറ്റ് ഇടത്തില്ല. ലൈക്ക് ഇടുകയാണെങ്കിൽ നമുക്കറിയാം ആരൊക്കെ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കിച്ചും സന്ദീപും ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാകും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാം. സന്ദീപ് എടപ്പാളിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചു. കാരണം ഒരു കോൺട്രവേഴ്സി നടക്കുകയാണ്. എപ്പോഴും കോൺട്രവേഴ്സികൾ നടക്കുമ്പോൾ ആണല്ലോ ആളുകളെ തേടി പല വിളികളും വരിക എന്നുള്ളതാണ്. അങ്ങനെ പല വിളികളും വന്നിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസിൽ നിന്നുള്ളൊരു വിളി വന്നോ വന്നില്ലേ എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. സംഭവം കത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും കത്തിയിട്ടുണ്ട്. സംഭവം കത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസിലേക്ക് പോകുന്നവർക്ക് അവിടെ ചെന്ന് കയറുന്നതിനും വരെ അത് മറ്റൊരാളെ അവർക്ക് അറിയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആര്യ പണ്ട് ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് ആര്യ ഹോസ്പിറ്റലാണ്, ആര്യയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ആര്യ ആ സമയത്ത് ഏതോ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു.
അത് ഏഷ്യാനെറ്റിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആര്യ ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഒരിക്കലും വിചാരിച്ചില്ല ബിഗ് ബോസിലേക്കാണ് പോയെന്ന് വിചാരിച്ചില്ല. ആര്യ കുറച്ച് കഴിഞ്ഞ് വരും എന്നൊക്കെ ഉള്ള രീതിക്കായിരുന്നു. പക്ഷേ പിന്നീട് ആര്യ അതിലുണ്ടെന്ന് അറിഞ്ഞു. അതുപോലെ പലരും ബിഗ് ബോസിലേക്ക് പോകുന്ന അനീഷ് പോലും പറയുന്നുണ്ട്, 2 ദിവസം മുമ്പെയാണ് അനീഷ് അറിഞ്ഞത്. എനിക്ക് തോന്നുന്നത് അനീഷ് നാട്ടിലുള്ള ആരെയും അറിയിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ഈ പോയ കാര്യം. അപ്പം അനീഷിനെ അറിയാവുന്ന ആൾക്കാർ തന്നെ ചോദിക്കത്തില്ലേ, നീ പോയിട്ട് തീരുമാനിച്ചിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയത്തില്ലേ. അതുകൊണ്ടായിരിക്കാം അനീഷ് 2 ദിവസം മുന്നേ അറിഞ്ഞത്. ബിഗ് ബോസിൽ പൊതുവെ അങ്ങനെയാണ്, അതിലേക്ക് സെലക്ട് ചെയ്യുന്നവരോട് പറയാറുണ്ട് ആരോടും പറയരുതെന്ന്. രേണു ലക്ഷ്മി നക്ഷത്രമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു രേണു. പക്ഷേ രേണുവിനോട് ആ സമയം വരെ ഇൻ്റർവ്യൂവിന് വരുമ്പോഴും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ രേണു പറഞ്ഞു തന്നെ, എനിക്കറിയില്ല, എനിക്കിതുവരെ വിളിയൊന്നും വന്നിട്ടില്ല എന്നും പറഞ്ഞ് രേണു ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അല്ലാതെ പോകുന്നുണ്ടെന്നും പറഞ്ഞിട്ടില്ല, പോകുന്നില്ലെന്നും പറഞ്ഞിട്ടില്ല എന്ന് രേണു. അത് ഈ ബിഗ് ബോസ് വരുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. കുറച്ച് പേരെ നമുക്കറിയാമല്ലോ, ചില ആൾക്കാർ പോകും എന്ന് നമുക്കുള്ള പ്രതീക്ഷയാകുമ്പോഴത്തേക്കും അവരോട് ചോദിക്കും നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും എന്നെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞ് അതങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷേ ചിലർക്കൊക്കെ സെലക്ട് കിട്ടിയാലും ചിലർ കിട്ടാത്തൊരു കിട്ടിയില്ല എന്ന് തന്നെ പറയാറുണ്ട്. ഇതിലിപ്പോൾ സന്ദീപ് പറഞ്ഞേക്കുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾക്കറിയാമല്ലോ, മനസ്സിലായല്ലോ എന്നുള്ള രീതിക്ക് പറയുമ്പോഴേ നമുക്കറിയാം. എനിക്കൊന്ന് സന്ദീപ് സെലക്ട് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കേട്ടോ. കറക്റ്റ് എനിക്കറിയില്ല ഇനി സന്ദീപ് അതിലേക്ക് വിളിച്ചിട്ട് പോകുമോ അതോ ഇനി പോകാതിരിക്കുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് തുടങ്ങുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ സന്ദീപ് അവിടെ കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് എല്ലാം വെച്ചാൽ എനിക്കൊന്ന് അവരുടെ ആ ഒരു ഷോയെ ബാധിക്കുന്നുകൊണ്ടായിരിക്കാം. അവരിത് ഓരോരുത്തരെയും അവർ അതിനകത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിനകത്ത് ആരൊക്കെ ഉണ്ട് എന്ന ആൾക്കാരത് അറിയുമ്പോഴായിരിക്കും അവർ ആ ഷോയ്ക്ക് ഇത്ര ഒരു വാല്യൂ ഉണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കാം അവരത് പുറത്ത് പറയാൻ സമ്മതിക്കാത്തത്. നമുക്കിനി ബാക്കി കാര്യങ്ങളൂടെ കേൾക്കാം. എൻ്റെ ഒരു സംശയമാണ് പറഞ്ഞിട്ട് സന്ദീപ് ചിലപ്പോൾ കിട്ടിക്കാണുമെന്ന് പറഞ്ഞത്. സന്ദീപ് അത് കിട്ടിയെന്നും പറഞ്ഞിട്ടില്ല, കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടില്ല. അതന്നെ. അപ്പോൾ കിച്ചുവിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. നിരന്തരമായി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കമന്റുകളാണ്, എൻ്റെ വീഡിയോയുടെ അടിയിൽ ഇടുന്ന കമന്റുകൾ ഇതാണ്, കിച്ചുവിനെ ഒന്ന് വിളിച്ച് സംസാരിക്കൂ സന്ദീപേ എന്നുള്ളത്. കിച്ചുവിനെ ഞാൻ ഇന്നലെ വിളിച്ചു സംസാരിച്ചു. കിച്ചു പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചുവിന് ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവാൻ താല്പര്യമില്ല. ഒരു കാര്യത്തിൽ, അതായത് ഒരു കോൺട്രവേഴ്സിയിലും ചെന്ന് പെടാൻ താല്പര്യമില്ല എന്നാണ് കിച്ചു എന്നോട് പറഞ്ഞത്. അവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്നും അവൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിലവിൽ ഇപ്പോൾ ലൈവിൽ നിൽക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് കിച്ചു ഈ വിഷയത്തിലേക്ക് വീണ്ടും വരണമെന്ന് ഒരു ആഗ്രഹമില്ല. എന്നാൽ ഇത് സന്ദീപ് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. കിച്ചു ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്ന് സംസാരിക്കാൻ. കിച്ചു ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോഴാണ് കിച്ചു ചില കാര്യങ്ങൾ വന്ന് തുറന്ന് പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിരിക്കുകയും ചെയ്യും. കിച്ചു ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇപ്പം അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എനിക്ക് എടുത്തിടാം, അല്ലെങ്കിൽ അമ്മയുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ചെയ്യാം. കിച്ചുവിന് വേണമെങ്കിൽ അതുപോലെ തന്നെ കിച്ചുവിന് ഇങ്ങനെ ഓരോന്നും കാണിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അവിടെ പേര് വരുന്നത് എന്നതായിരിക്കും, രേണു സ്തുതിയും കിച്ചു സ്തുതിയും തമ്മിൽ പ്രശ്നം. ആ പേരിൻ്റെ അവസാനം വരുന്ന പേര് ഏതാണ്? അവൻ്റെ അച്ഛൻ്റെ പേര്. അത് തന്നെയാണ് കിച്ചുവിൻ്റെ പ്രശ്നം. കിച്ചു പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യം. ആ കൊച്ചു ഒന്നിനും ഇല്ലാഞ്ഞിട്ട് പോലും, ഒരു കാര്യത്തിനും ഇടപെടാഞ്ഞിട്ട് പോലും അതിനെയും അതിൻ്റെ അപ്പനെയും പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. എത്ര മോശമായിട്ടാണെന്നറിയാം. മരിച്ചു പോയൊരു മനുഷ്യനാണ്. നമ്മൾ പൊതുവെ മലയാളികൾ പ്രത്യേകിച്ച് മരിച്ചു പോയൊരു മനുഷ്യൻ എന്നാ തോന്നിവാസം കാണിച്ചെന്ന് പറഞ്ഞാലും മരണശേഷം നമ്മളവിടെ ചെന്നിച്ച് പറയുന്നത് തന്നെയായിരിക്കും, ഓ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരാളായിരുന്നു. അവരുടെ ഗുണങ്ങൾ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷേങ്കിൽ കുറേ പേര് കൂട്ടമായിട്ട് വന്ന് ഈ കിച്ചുവിനെയും കിച്ചുവിൻ്റെ അപ്പനെയും കൂടെ ചേർത്ത് പറയുന്നതും കേട്ടിട്ടുണ്ട്. അത് പറയുന്നതാണോ പറയിപ്പിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് പിന്നെ അറിയാൻ പറ്റും. എന്നാലും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. സുധീനെ ശരിക്കും കമൻറ്റ് ബോക്സിൽ ഒന്നിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ ഒരു കലാകാരനായിരുന്നു, അയാളെ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു, അത് സത്യം തന്നെയാണ്. പക്ഷേങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തെ ഇങ്ങനെ മോശമായിട്ട് പറയുമ്പം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കിച്ചുവിനെ തന്നെയാണ്. കാര്യം അവൻ്റെ അച്ഛനെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എത്രയുള്ള അവന് വിഷമം ഉണ്ടാകും. പലതും പറയും, കിച്ചു അപ്പനെ തല്ലി കൊങ്ങയ്ക്ക് പിടിച്ചു, ഇതിനൊന്നും തെളിവോ കാര്യങ്ങളോ ആരും പുറത്ത് വിട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വാക്കാലും എല്ലാവരും പറയുന്ന കാര്യങ്ങളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിനാണ് ചെയ്തതെന്നും അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, സ്വബോധത്തോടുകൂടിയല്ല കിച്ചു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കിയേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു പോയ കഥകളാണ്, അതൊക്കെ വീണ്ടും എടുത്ത് പറയാൻ ഞാനും നിൽക്കുന്നില്ല. അപ്പം കിച്ചു എപ്പോഴും പറയാനുള്ളൊരു കാര്യം തന്നെയാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ചീത്തപ്പേര് കേൾപ്പിക്കാൻ എനിക്ക് ഞാനായിട്ട് ചീത്തപ്പേര് കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ച് പോകുന്നതെന്ന് പറയും. കിച്ചുവിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളും കൂടെ കേൾക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയൂടെ കേൾക്കാം. എന്നാൽ ചില ആളുകൾ കിച്ചു പ്രതികരിക്കണം, കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കണം, കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. കിച്ചു ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാലോ. അവൻ്റെ ഒരു ബിസിനസ്, ആ ബിസിനസ്സിന്റെ തുടക്കമാണിപ്പോൾ.
ആ ഒരു തുടക്ക സമയത്ത് തന്നെ അവന് നെഗറ്റീവ് കമന്റുകൾ ഇപ്പൊ വന്ന് കിടക്കുക. അവനൊന്നും പറഞ്ഞിട്ടില്ല, എന്നിട്ട് പോലും അവന് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകളും കിച്ചുവിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കിച്ചുവിന്റെ വായിൽ നിന്നും ഒരു വാക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷിക്കുന്നു ഇല്ല, ഒരിക്കലുമില്ല. ചില വ്ളോഗർമാർക്ക് എങ്ങനെയെങ്കിലും കിച്ചു ഒന്ന് മിണ്ടണം എന്നുള്ള രീതിയിലാണെന്നുള്ളതാണ്. കിച്ചുവിനോട് സംസാരിച്ചപ്പോൾ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചാൽ, അവനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും അതിന്റെ പല കാര്യങ്ങളുണ്ട്, അതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് കെട്ടിപ്പടുക്കാനുള്ള തുടക്കമാണ്. ഒരു ബിസിനസ്സിലേക്ക് കാൽവെക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ചില ആളുകൾ കിച്ചു എന്ത് മാതൃകാപരമായ കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, ഇത്രയും ചെറുപ്പത്തിൽ അവൻ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ്, അത് മാതൃകാപരമായ ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവുകൾ പകർന്നു കിട്ടിയിട്ടുണ്ട് അവൻ, അല്ലെ? അവൻ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അവൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തിന് പിന്തിരിപ്പൻ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്നു? അവൻ അവന്റെ ഇഷ്ടത്തിന് പോകട്ടെ. അവനെ എന്തിനു വലിച്ചിഴക്കുന്നു? അവൻ സോഷ്യൽ മീഡിയയിലെ കോൺട്രവേഴ്സികൾ, ഇതിലൊക്കെ ഒന്നും തലയിടാൻ ഞാനില്ല, എനിക്ക് വയ്യ. കാരണം എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, എൻ്റെ ലൈഫ് എനിക്ക് ദൃഢപ്പെടുത്താനുണ്ട്, ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സന്ദീപേട്ട ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഇടപെടൽ നടത്താത്തത്. പലതും കാണുന്നുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞത്. അനീഷ് വ്ളോഗാണ് ഒരു വീഡിയോയുടെ പറയുന്ന കേട്ടായിരുന്നു. ഇവൻ സമൂഹത്തിന് എന്ത് മാതൃകയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ 21 വയസ്സ് എന്നൊരു പയ്യൻ സ്വന്തമായിട്ട് അവൻ്റെ ബിസിനസ്, അവനെ ആരും സഹായിച്ചിട്ടൊന്നുമില്ല, അവൻ യൂട്യൂബിലൂടെ കിട്ടിയ വരുമാനത്തിൽ നിന്നുമൊക്കെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ്റെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് ഒരു ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരുന്നു. അതിലൂടെ അവന് മറ്റുള്ളവരിലേക്ക് അറിയണം, അല്ലാതെ നെഗറ്റീവിലൂടെ അറിയാനല്ല കിച്ചു ആഗ്രഹിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോസിറ്റീവിലൂടെ കിച്ചുവിനെ അറിയാനാണ് കിച്ചു ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോസിറ്റീവിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്ന കിച്ചുവിനെ നെഗറ്റീവ് ആക്കാനാണ് കുറച്ച് പേര് നോക്കുന്നത്, നെഗറ്റീവ് ആക്കാനാണ് നോക്കുന്നത്. കാര്യം കിച്ചുവിനെ ചിലരൊക്കെ പറയുന്ന കമൻറ്റ് കേട്ടുണ്ടല്ലോ, നമുക്ക് ആ കൊച്ച് ഇന്ന് വരെ സോഷ്യൽ മീഡിയ വന്ന് ഒരു കാര്യത്തിനും ഒരു പ്രശ്നങ്ങൾക്കും വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്നതെങ്കിലുമൊക്കെ എപ്പോഴും കണ്ടന്റ് ഇങ്ങനെ നെഗറ്റീവ് ഇട്ടുകൊണ്ട് തരുന്നൊരു വ്യക്തിയല്ല കിച്ചു. കിച്ചു വരുന്നു, അതുപോലെ കിച്ചുവിനെ മാനസികമായിട്ട് ഇതാക്കി കഴിയുമ്പോൾ കിച്ചു വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേച്ച് പോകുന്നു. അതൊരു പൊട്ടിത്തെറി തന്നെയായിരിക്കാം. ആ സംഭവങ്ങൾ ബാക്കിയുള്ളവർ ഏറ്റെടുത്തേച്ച് റിയാക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കിച്ചു പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കിച്ചുവിന് ഇഷ്ടമല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ട് നിൽക്കുക. അത് കിച്ചു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കിച്ചു ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഒരു വീടുണ്ടാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു മൈൻഡിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് കിച്ചു. പക്ഷേങ്കിൽ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഒരു പ്രായത്തിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനും അതിനുള്ള ആ ഒരു ധൈര്യം കാണിക്കാനും ഒക്കെ അതൊക്കെ സമ്മതിച്ചേ പറ്റൂ. കിച്ചുവിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കിച്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും 2-3 പേരുണ്ടെന്ന്, ആ ഫ്രണ്ട്സും എപ്പോഴും കൂടെ ഒരു പയ്യനുണ്ട്. അവർ 2-3 പേരാണ് എപ്പോഴും കൂടെ ഉള്ളത്, അവർ സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ബ്ലോഗ് ചെയ്യുന്ന അവർ താടിയും പൊട്ടും അവരാണ്. അവരും അവരുടെ മകനെ പോലെ തന്നെ നിന്നാണ് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും കിച്ചുവിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ശരിക്കും ചേർത്ത് പിടിക്കുന്നുണ്ട്. കിച്ചുവിന് അവരുടെ അടുത്ത് കിച്ചുവിൻ്റെ രീതി കാണുമ്പോഴും നമുക്കറിയാം അവരൊരു അമ്മയും മോനും എന്നുള്ള പോലത്തെ ഒരു ബന്ധം പോലെ പോകുന്നുണ്ട്. കിച്ചുവിന് അപ്പനില്ല, അമ്മയില്ല, ഒരു കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കിച്ചുവിന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈ ഫ്രണ്ട്സ് അല്ലാതെ വേറെ ആരുമില്ല. പിന്നെ അവരുമായിട്ട് എനിക്ക് തോന്നുന്നു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടുപ്പമാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു അമ്മയും മോനും പോലത്തെ അവർ തമ്മിൽ റീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ കിച്ചു നല്ലപോലെ പാട്ട് പാടുന്നുണ്ട്, അതുപോലെ തന്നെ കിച്ചു നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. കാര്യം ഇവർ ഇടയ്ക്ക് എന്തോ ബിസിനസ്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞാണ് അവർ ആ വ്ളോഗർമാരും ഈ അവർ ഫാമിലിയായിട്ടും പിന്നെ കിച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ആ ഓരോ റീലും ഇവരതിനകത്ത് നിരുന്നുണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ കിച്ചുവിൻ്റെ അഭിനയം കാണുമ്പോഴത്തേക്ക് നല്ല ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചുവിൻ്റെ അഭിനയം. ആ ഓരോ നമ്മൾ ഈ സിനിമയിലെ ഡയലോഗ് എടുത്ത് ചെയ്യുന്നതാണ്, പക്ഷേ ആ കറക്റ്റ് സമയത്ത് ലിബ് അനക്കിയില്ലെങ്കിൽ അത് നമുക്ക് ബോറായിട്ട് തന്നെ തോന്നും. അതൊരു പാട്ടാണേലും അതല്ല ഒരു ഡയലോഗാണേലും നമ്മൾ കറക്റ്റ് സമയത്ത് ആ പറയുമ്പം തന്നെ ആ വോയിസ് കേൾക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ ലിബ് അനക്കിയില്ലെങ്കിൽ അത് ഭയങ്കര ബോറായിട്ട് തോന്നും. പക്ഷെ അതൊക്കെ നല്ല കറക്റ്റായിട്ട് കിച്ചു ചെയ്യുന്നുണ്ട്, നമുക്കത് കണ്ടിരിക്കാനായിട്ട് രസമുണ്ട്. ആ ഒരു ചെറിയൊരു മൂമെൻറ്റ് പോലും കിച്ചു നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട്. വെട്ട സിനിമയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ആ സുധിയുടെ കഴിവ് ആ കൊച്ചിന് കിട്ടിയിട്ടുണ്ടെന്നറിയാം. സുധി നല്ലൊരു കലാകാരനായിരുന്നു, നല്ലൊരു അഭിനേതാവ് കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു കഴിവ് മകൻ അതുപോലെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഏകദേശം സുധിയുടെ ഒരു ഷേപ്പൊക്കെ വരും. സുധിയൊക്കെ ഇച്ചിരി സൈസാണെന്ന് മാത്രമേ ഉള്ളൂ. ആ മോ ഷേപ്പൊക്കെ സുധിയുടെ പോലൊക്കെ തന്നെയാണ് ആ ഒരു വർത്തമാനവും രീതിയും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ കയറി വരുന്ന ഒരു കൊച്ചിനെ നീ വളരണ്ട, നീ അവിടെ താഴെ കിടക്ക്, നീ അവിടെ നീ ഉയർന്നു വരല്ലേ എന്ന് കരുതി കുറേ പേര് കൂടി ഒന്നിച്ചിട്ട് അതിനെ ആക്രമിക്കുന്നുണ്ട്. അതിനാരോടും പരാതിയില്ല, അത് ആർക്കെതിരെ കേസും കൊടുക്കാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ആ കൊച്ചിനെയൊക്കെ പറഞ്ഞത് കേട്ടാൽ വേറെ ഏത് കുഞ്ഞുങ്ങളാണേലും അതിനെതിരെ നിയമ നടപടികൾക്ക് തന്നെ പോകും. കാര്യം വളർന്നു വരുന്ന ഒരു പയ്യനാണ് അവൻ. സമൂഹത്തിന് അവന് ഇനിയൊരു ജീവിതം കിടക്കുവാണ്. അവൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങൾ അവൻ തന്നെ വന്ന് പറഞ്ഞതാണ്.
ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചു പോയി, അത് തിരുത്തി ഞാൻ ജീവിക്കുവാണ് എന്ന് പറഞ്ഞിട്ടും അത്രയും കഴിഞ്ഞു പോയ കാര്യങ്ങൾ നടന്നിട്ടും വീണ്ടും നീ ഇതൊക്കെ അങ്ങനെ കാണിച്ചില്ലേ, നീ അന്ന് ഇങ്ങനെ കാണിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് അതിനെ ശരിക്കും മോശമാക്കുന്ന രീതിയിൽ അതിനെ ശരിക്കും പറയും. എന്നിട്ടും കിച്ചു അനങ്ങിയിട്ടില്ല. അന്ന് കിച്ചുവിന് അതിനെതിരെ കിച്ചു ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ലെന്നുള്ളത്. കിച്ചുവിൻ്റെ വഴിയെ തന്നെ പോയിക്കൊണ്ടിരുന്നു. കാര്യം എന്നെന്ന് ചോദിച്ചാൽ എനിക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ മാക്സിമം നോക്കും നമുക്കത് പറ്റുന്നൊരു ബന്ധമാണോ എന്ന്. പറ്റത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ തിരിഞ്ഞു നടക്കും. പിന്നെ അവരോട് സംസാരിക്കാനും നമ്മൾ പോകത്തില്ല, അവരോടൊന്നും പറയാനും പോകത്തില്ല, മനസ്സിലാക്കി കൊടുക്കാനും പോകത്തില്ല. അത് വേണ്ടേ അവിടെ നിർത്തിച്ച് നമ്മൾ പോവുക. പിന്നെ അവിടെ കിടന്ന് എന്നെല്ലാം സംഭവിച്ചാലും നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിക്ക് പോകും. അങ്ങനെ മൈൻഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കാര്യത്തിലേക്ക് പോയി എനിക്കത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും പറയാൻ നടക്കത്തില്ല. ഞാൻ ഇപ്പുറത്തെ വഴി കൂടെ എൻ്റെ പാട് നോക്കി അങ്ങ് പോകും. എനിക്കത് പിന്നെ വേണ്ട, പിന്നെ അതിൻ്റെ മൈൻഡിലുണ്ടാകത്തില്ല. ആ ഒരു ചിന്തയെപ്പറ്റി ഞാൻ പോകത്തില്ല, ചിന്തിക്കാൻ പോകത്തില്ല. അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക് കിച്ചുവിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് തന്നെയല്ല, മിക്ക മനുഷ്യർക്കും ഞാൻ അങ്ങനത്തെ സ്വഭാവം കണ്ടിട്ടുണ്ട്. അപ്പം ചിലരേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്നെ പറഞ്ഞില്ലേ എന്നാൽ തിരിച്ച് ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പകരത്തിന് പറയും. അങ്ങനെ നിൽക്കാൻ നിന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് രണ്ട് കൂട്ടർക്ക് ഒരിക്കലും ഇറങ്ങിപ്പോകാൻ നേരം കിട്ടത്തില്ല. കാര്യം രേണു പറയും, കിച്ചു പറയും, കിച്ചു പറയും, രേണു പറയും. ഇവർക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കാനേ നേരം കാണുള്ളൂ. ഇങ്ങേ സൈഡ് കിച്ചു സൈലൻ്റ് ആകുന്നതുകൊണ്ടാണ് ഈ ചെളി വാരി ഏറ് ഒരുപാട് കുറയുന്നത്. അതുപോലെ തന്നെ രേണുവിൻ്റെ ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ചെന്ന് ശരിക്കും മോശപ്പെട്ട വാക്കുകൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണെന്നറിയാം, രേണു ഓരോ നെഗറ്റീവ് കമൻറ്റും എടുത്ത് അവരുടെ ഇൻസ്റ്റയിലോട്ട് അവരവരുടെ ഇതിലേക്ക് റീലിടുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ റീല് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആൾക്കാർ കാണും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആവും. ഒരു സെലിബ്രിറ്റി എൻ്റെ പേര് അത് നെഗറ്റീവ് പറഞ്ഞിട്ടാണേലും എടുത്ത് ഇടുന്നുണ്ടല്ലോ, അത് കാണുമ്പോഴത്തേക്ക് എന്നെ വീണ്ടും ആൾക്കാർ പറയാതിരിക്കുന്നതിനോട് വന്ന് പറഞ്ഞു പോകും. ഇതുപോലെ നിങ്ങൾ ഒരിക്കലും ഓർക്കുന്നുണ്ടോ, രേണു പറഞ്ഞിട്ടേ ഞാൻ ഈ ഷർട്ട് ഊരുള്ളൂ, രേണു പറഞ്ഞിട്ടേ ഞാൻ ഇതിൻ്റെ ഇങ്ങനെ കാണിക്കുള്ളൂ, അഭിലാഷാട്ടായും വരെ വന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഒരാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ വീണ്ടും അടുത്ത ആൾക്കൊരു ഇൻട്രസ്റ്റ് ആയി, എന്നാൽ ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞേക്കാം എന്നോർത്തുണ്ട്. ആ ഒരു സമയത്ത് അതേ ഉള്ളായിരുന്നു ഇൻസ്റ്റയിൽ തുറന്നാൽ. രേണു അതിനെല്ലാം പോയി കമൻറ്റും ചെയ്യാറുണ്ടായിരുന്നു, രേണു ചിലതിടക്കെടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, എല്ലാം അത് രേണു കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നെഗറ്റീവിൻ്റെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാന്ന് വെച്ചാൽ രേണു അതിന് റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും വന്നിച്ച് ആ ഒരു കാര്യത്തിൽ എന്നത്തിനാണ് നമുക്ക് അവാർഡ് കിട്ടിയ കാര്യമൊന്നും അല്ലല്ലോ നമുക്കെടുത്തൊന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാ വ്ളോഗർമാർക്കും നമ്മളിപ്പോൾ നല്ലൊരു ഫാമിലി വ്ളോഗ് ചെയ്താലും അതിൻ്റെ താഴെ വന്ന് ഒരു നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തി കാണും. അത് മലയാളിയുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണ്. അവർക്ക് അതിൻ്റെ താഴെ വന്ന് ഒരു നെഗറ്റീവ് പറഞ്ഞാലേ അവർക്കൊരു സുഖം കിട്ടത്തുള്ളൂ. അത് നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും എന്നാ ചെയ്താലും ഒരു നെഗറ്റീവ് കമൻറ്റ് അതിനകത്തൊന്ന് പറഞ്ഞാലേ ഒരു സുഖം കിട്ടുള്ളൂ. അതെല്ലാവരും കാണിക്കുന്ന പരിപാടിയാണ്. അതുപോലെ അങ്ങ് മൈൻഡ് ചെയ്തതങ്ങ് വിട്ടാൽ മതി. അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതോറും വീണ്ടും നിങ്ങൾ തന്നെയാണ് നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പറഞ്ഞ വാക്കുകളാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചിരിക്കാനൊരിതാകും. വെറുതെ എന്നത്തിനാണ് എന്തോരം അല്ലാത്ത റീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ക്രിസ്ത്യഗാനം പാടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ക്രിസ്ത്യഗാനം തന്നെ പാടി നിങ്ങൾക്ക് ഇടാമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിയത് നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. അപ്പം നല്ല സൗണ്ടാണ് അവർക്ക്. ആ ഒരു ക്രിസ്ത്യഗാനം പാടുമ്പോഴത്തേക്കൊരു ആ പാട്ടിനനുസരിച്ചുള്ളൊരു നല്ലൊരു സൗണ്ട്, ആ പാട്ടിന് ചേരുന്നൊരു സൗണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിടാം. എന്ത് രസമുണ്ട് അതൊക്കെ കേൾക്കാനായിട്ട്. ഈ ബാഡ് കമൻറ്റ് എടുത്തിടുന്നതുകൊണ്ട് എന്നാ ഗുണം കിട്ടാനായിട്ടാണ്. അപ്പം കാണുന്നവർ വിചാരിക്കുന്ന തന്നെ നിങ്ങളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഫോൺ ഉപയോഗം കുറയ്ക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ ആളാണ് എന്ന് ഇങ്ങനത്തെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. എന്നത്തിനാണ്, ആരെ കാണിക്കാനാണ്? അങ്ങനെ ഇടുന്തോറും അവർക്കൊക്കെ ഇടാനുള്ള വീണ്ടും പ്രചോദനമാകത്തേ ഉള്ളൂ. ഞാൻ ഇടുന്നത് രേണു എടുത്ത് പോസ്റ്റ് ചെയ്യും എന്നും വേണ്ട. നിങ്ങളെപ്പറ്റി പറഞ്ഞ നല്ല കമൻറ്റുകൾ എടുത്ത് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കുറച്ചിലങ്ങ് നിൽക്കും. കുറച്ച് പേര് അതിനായിട്ട് തന്നെ നിൽപ്പുണ്ട്. എന്നത്തിനാണോ ഇങ്ങനെയുള്ള ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വിമർശിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിമർശിക്കാം. ഒരാൾ എന്തെങ്കിലും കാണിച്ച് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വിമർശിക്കാം. പക്ഷെ നമ്മളതിലൊരു തെറി പറയുന്നതിൽ എന്നെ അന്തസ്സിരിക്കുന്ന ആ ഇരുന്ന ആളുടെ ക്വാളിറ്റിയാണ് അവിടെ മനസ്സിലാക്കുന്നത്. അവരെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. നമ്മളെപ്പോലെ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ജീവിക്കേണ്ട ഈ ലോകത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിച്ചാൽ മതിയാവുമോ? പറ്റത്തില്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അതിന് വെറുതെ ഇന്നത്തിനാണ് ഈ ചീത്ത വിളിച്ച് കമൻറ്റ് ഇടുന്നതെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ അവർ. അതുകൊണ്ട് ഒരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമല്ല കിട്ടുന്നത്. ഒരു മോശം ഇതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് വെക്കുക, അതേ ഉള്ളൂ. ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവം നമുക്ക് അത് ഓരോ ചോദ്യങ്ങൾ നമ്മൾക്ക് ആവശ്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യും ദൈവത്തിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക, മൈൻഡ് കൊടുക്കാൻ പോകണ്ട. അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നൊന്നും അവർ പറയാനോ കേൾക്കാനോ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ ഇതിലൂടെ പറയുന്നതേ ഉള്ളൂ. സന്ദീപ് ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാമേ. പറഞ്ഞത് കിച്ചുവിനെ ആരും ഒന്നിലേക്കും വലിച്ചിഴക്കരുത്. വലിച്ചിഴച്ച് കഴിഞ്ഞാൽ
ഇനിയും ആ പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വേറെ കാര്യം. പിന്നെ എൻ്റെ കാര്യം, ബിഗ് ബോസിൽ എന്നെ വിളിച്ചോ വിളിച്ചില്ലയോ എന്നുള്ളത് അത് ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഇത് തന്നെ കിച്ചു വെറുതെ ഇരിക്കുന്ന കിച്ചുവാണ്, ചുമ്മാ ഇരിക്കുന്ന കിച്ചുവാണ്. കിച്ചുവിൻ്റെ വഴിക്ക് പോട്ടെ, അത് ജീവിക്കട്ടെ, അത് ആർക്കും ശല്യമില്ലാതെ അത് ആ വഴിക്കൂടെ പൊക്കോട്ടെ. അതിപ്പോൾ വന്നില്ലെന്നോ കണ്ടില്ലെന്നോ എടുത്തില്ലെന്നോ പറഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അത് ആ വഴിക്കങ്ങ് പൊക്കോട്ടെ, അതെങ്ങനെയും പോയി ജീവിച്ച് അതൊന്ന് കരപറ്റട്ടെ. പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും തോണ്ടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചവിടുന്ന് കൂടെ പ്രതികരിച്ച് തുടങ്ങുമ്പോഴാണ് പ്രശ്നം പിന്നെയും വഷളാകാൻ പോകുന്നത്. പിന്നെയും വഷളായിക്കൊണ്ടിരിക്കുന്ന അന്നേരമാണ്. അതിനേക്ക് ഭേദം ഒരാൾ അനങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുന്നതല്ലേ നമുക്ക് നല്ലത്. കിച്ചുവിനെ തന്നെ എടുത്തു വെച്ച് എന്നാത്തിനാണോ ഇത്രയും നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയ വന്ന് നാട്ടുകാർക്ക് വല്ല ശല്യം ഉണ്ടാക്കുന്ന പയ്യനാണെങ്കിൽ നമുക്ക് പറയാം, ആ ചെറുക്കനെ കൊണ്ടൊരു തലവേദനയാണ് അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയാം. അവൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ആർക്കും ശല്യമില്ലാതെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സന്ദീപ് ബിഗ് ബോസിലേക്ക് എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ചിലപ്പോൾ കിട്ടി കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. എന്നാലും നമുക്കറിയാമല്ലോ അവിടെ വരുന്ന സമയത്ത് അറിയില്ല. സന്ദീപൊക്കെ വരുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. സന്ദീപ് തന്നെയല്ല, നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കുറേ പേരുടെ പേര് ഇതിനകത്ത് ഞാൻ കേട്ടു. കുറേ പേർ 2-3-4 പേരുടെ പേര് ഞാൻ ഇതിനകത്ത് കേട്ടു. അതിനകത്ത് ബിഗ് ബോസിലേക്ക് വരുന്നു എന്നുള്ള ഇത് കേട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് സ്ഥിരം നമ്മൾ കാണുന്ന ചില മുഖങ്ങളൊക്കെയാണ് അതിലേക്ക് വന്നേക്കെന്ന് പറഞ്ഞ് കേട്ടേക്കുന്നത്. അപ്പം അവരൊക്കെ വരട്ടെ, വന്ന് അവരൊക്കെ അതിനകത്ത് വരുന്നവരെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളത്. അതിനകത്ത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. എന്നാലും സന്ദീപൊക്കെ പോയാൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു കൂടെ ഒന്ന് പറഞ്ഞു. സന്ദീപിനെയും കിച്ചുവിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതൊന്ന് ലൈക്ക് ചെയ്യണേ. എന്നാണേലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമെന്നേ.